ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്, ഗയ ടു കായംകുളം, ആലപ്പി കായംകുളം. അപ്പം ബൈ റോഡാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ വരെയുള്ള വിശേഷങ്ങൾ നമുക്ക് ഒന്നിച്ച് കണ്ട് പോകാം. അപ്പോൾ എല്ലാവരും വായോ. ഇപ്പോൾ ലഗേജ് ആയിട്ട് നമുക്കൊരു 5 പെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനകത്ത് 4 എണ്ണമേ നമുക്ക് ഡിക്കിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്നത് ബാക്ക് സീറ്റിലെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ വൈഷയുടെ ഞങ്ങളുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ഒരു ഫ്രണ്ടിനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് വന്ന് ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ടായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പെട്രോൾ അടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടിലെത്തുന്നവരെ ഇനി എത്ര പ്രാവശ്യം പെട്രോൾ അടിക്കണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അത് കാരണം എല്ലാം നമ്മളിങ്ങനെ മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണ്, ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ. ഇത് ബോധിഗയ IIM ആണ്. ഇവിടെ ഒത്തിരി മലയാളി കുട്ടികൾ പഠിക്കുകയും മലയാളി പ്രൊഫസർമാർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ മേൽപ്പാലം വന്നതിന് ശേഷം നമുക്ക് അത് കാണാൻ പറ്റാണ്ടായി. നല്ല രീതിയിൽ അവർ ഈ ഗാർഡനൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നു ഈ IIM-ൻ്റെ. അങ്ങനെ ഫസ്റ്റ് ടോളെത്തി. ബീഹാറിലിപ്പം നെൽകൃഷിയുടെ ടൈമാണ് ഇപ്പം. അത് കാരണം പാടമൊക്കെ നല്ല പച്ച കളറിൽ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല രസമാണ് അപ്പോൾ അതങ്ങനെ കണ്ടൊക്കെ ഇങ്ങനെ വരാൻ. അപ്പോൾ ഇതിന് കഴിഞ്ഞ വർഷമൊക്കെ ഇത്രയും മഴ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല രീതിക്ക് മഴയൊക്കെ കിട്ടിയതുകൊണ്ട് ഒത്തിരി പച്ചപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേയൊക്കെ അങ്ങ് കരിഞ്ഞൊക്കെ നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടി ഇവിടെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ ഹോട്ടലുകൾ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഞങ്ങളങ്ങ് കണ്ടപ്പോഴേ അങ്ങ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. 8 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യമേ തിരക്കണം. നിങ്ങളെല്ലാം ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എപ്പോഴത്തെയും പോലെ ഇവിടെ ഇന്നും ഫുഡായിട്ടില്ല. നമ്മൾ നോർത്ത് ഇന്ത്യക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തില്ല, അതാണ് വിഷയം. അവർക്ക് ജിലേബിയും സമൂസയും മതി. ഇവിടെ ആയിട്ടില്ല. നമുക്ക് വേറെ ഹോട്ടലുകൾ തപ്പാം. നമ്മുടെ നാട്ടിനെ വെച്ച് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ, അവർക്കൊരു ജിലേബി ആയാലും മതി ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ അവർ അതും കഴിച്ചിട്ട് ജോലിക്ക് പോകും. ഇപ്പം നമ്മൾ വേറൊരു റെസ്റ്റോറൻറ്റിലും കൂടെ കയറിയിട്ടുണ്ട്. അവിടെയും ഫുഡ് ആയിട്ടൊന്നുമില്ല. സമയം പക്ഷേ ഇപ്പോൾ 8:30 ഇനിയും നമുക്ക് വേറെ നോക്കാം. അവിടെ ഫുഡായിട്ടൊക്കെ വരണമെങ്കിൽ ഇനി ഒരു അരമുക്കാൽ മണിക്കൂറാവുമെന്ന് പറയുന്നു. തിരക്കി ലാസ്റ്റ് നമുക്കൊരു ഹോട്ടല് ഫുഡുണ്ട് ഇവിടെ. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. റൊട്ടിയെ ഇവിടെ കിട്ടത്തുള്ളൂ. ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ സമയം ഒരു 9 മണിയായിട്ടാണ്. ഒരുപാട് വെളുപ്പിനെ എണീറ്റത് കൊണ്ടാണോ എന്നറിയത്തില്ല, ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശിവാനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ വിശപ്പില്ലേലും വീട്ടിന് പുറത്തോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ പ്രത്യേകിച്ചൊരു വിശപ്പുള്ളതാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് കയറി. അങ്ങനെ നമ്മുടെ ഫുഡും ഓരോന്നായി എത്തി തുടങ്ങും. നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് ആദ്യം എത്തി. അങ്ങനെ റൊട്ടിയും പനീർ മസാലയും സലാഡും പിന്നെ ഇവിടെ എന്തിൻ്റെ കൂടെയും ഒരു പിക്കിളുണ്ടായിരിക്കും. ഇത് മിക്സഡ് വെജിറ്റബിൾസിന്റെ പിക്കിളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർത്ത് ഇന്ത്യന്റെ പിക്കിള്. നമ്മുടെ ചായയും എത്തിയിട്ടുണ്ട്.
നല്ല അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നല്ല ഫുഡായിരുന്നു. ഇത് ബാലുവാഹി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഗുരു ഗോവിന്ദ് സിംഗ് ജി ഫാമിലി റെസ്റ്റോറന്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റാ. അപ്പൊ ആർക്കെങ്കിലും ഈ വഴി പോകുന്നെങ്കിൽ നല്ലൊരു റെസ്റ്റോറന്റ് ആണ്, കയറി ഫുഡൊക്കെ കഴിക്കാം. നല്ല ഫുഡുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കുറച്ച് നേരം അതിനകത്തിരുന്ന് ആടി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തുടങ്ങി യാത്ര. ഇപ്പം നമ്മൾ ബീഹാർ സ്റ്റേറ്റ് കഴിഞ്ഞ് ജാർഖണ്ഡിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. തെളിഞ്ഞൊരു ക്ലൈമറ്റുള്ളൊരു ദിവസമായിരുന്നു. അല്ലെങ്കിലും ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുന്ന വെയിലിനൊരു പ്രത്യേക ഭംഗിയല്ലേ, അതേപോലെ കാണാനും നല്ല രസമായിരുന്നു. ഇത് റാഞ്ചിയിലെ ഒരു ഭാഗമായിരുന്നു റോഡിൻ്റെ. അതൊരു വലിയ മല രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ നടുക്കൂടുള്ള റോഡായിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ വണ്ടിയിൽ വരുമ്പോൾ. ഈ ജാർഖണ്ഡിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ നേച്ചർ നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല രസമായിരുന്നു. ഇപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനായാലും നല്ല ഭംഗിയുള്ളതായിട്ട് കാണാം. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ കയറിയതാണ്. നമ്മൾ ചോറാണ് മേടിച്ചത്. ചോറും ദാൽ കറിയും രാജ്മ കറിയും നമ്മുടെ ഗോബി പിന്നെ ഫുൽഗോബി കോളിഫ്ലവറിൻ്റെ ഫ്രൈയും അതൊക്കെയാണ് നമ്മളിന്ന് ലഞ്ചിന് മേടിച്ചത്. ഈ ലഞ്ച് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു. കാര്യം വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഹോട്ടലിൽ കളഞ്ഞിട്ട് പോയാൽ പിന്നെ വേറെ എവിടെ കിട്ടും എന്നറിയാത്തത് കൊണ്ട് കണ്ടപ്പോൾ തന്നെ കയറി കഴിച്ചതാണ്. ചിലപ്പോൾ നമ്മൾ നല്ലത് നോക്കി പോകും, അതും കിട്ടത്തില്ല, വേറെ ഒന്നും കാണത്തുമില്ല, പിന്നെ വിശന്ന് പോകണ്ടേ. അതുകൊണ്ട് കണ്ടപ്പോൾ തന്നെ അതിനകത്ത് അങ്ങ് കയറി തല വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി നല്ല ഹോട്ടലുകൾ പിന്നെ പിന്നെ വരികയും ചെയ്തു. ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 2 മണിക്കൂറോളം ഇപ്പോൾ യാത്രയിലായിരുന്നു. ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ കയറിയതാണ്. ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറും കൂടി നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ജംഷഡ്പൂരിലെത്തും. അവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയപ്പം നല്ല വെയിലായിട്ട് നിന്നതാണ്. അതെ, നല്ല മഴ പെയ്ത്. ഞങ്ങൾ കുറച്ച് നേരം മഴ മാറുമോ എന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്ന്. പക്ഷേ മഴ മാറുന്നില്ല, നല്ല പോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ലെന്നറിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും യാത്ര തുടങ്ങി. കയറിയപ്പോഴേ വൈശേട്ടൻ പറഞ്ഞു മിക്കവാറും മഴ ഇവിടെ മാത്രമേ കാണത്തുള്ളൂ, കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ മഴ കാണത്തില്ല. അങ്ങനെ അതേ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ട് പോയപ്പോൾ അവിടെ ഒന്നും മഴ പെയ്തൊരു ലക്ഷണമേ ഇല്ലായിരുന്നു. നല്ല ഉണങ്ങിയൊക്കെ കിടക്കുമായിരുന്നു. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ കുറേ ഭാഗത്ത് ഇതേപോലെ മഴ പെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് വൈകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ജംഷഡ്പൂരിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ഇനി അടുത്ത ടാസ്ക്. ഞങ്ങൾ സിറ്റിക്ക് ഉള്ളിലോട്ട് കയറിപ്പോയി. അപ്പോൾ അത് കാരണം ഭയങ്കര റഷായിരുന്നു. എന്നിട്ട് റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും. അങ്ങനെ ലാസ്റ്റ് ഒരെണ്ണം സെറ്റാക്കി എടുത്തതാണ് ഈ റൂം. അപ്പോൾ അത് കാരണം വന്ന ഉടനെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല.
വേഗം തന്നെ കുളിച്ച് ഫ്രഷായി ഒന്ന് റിലാക്സ് ആയിരിക്കുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഡിന്നർ റൊട്ടി, ഗ്രീൻ പീസ് മസാല, സലാഡ്, പിക്കിൾ. നേരത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരത്തെ തന്നെ കിടന്നു. കാര്യം പിറ്റേ ദിവസവും നമുക്ക് യാത്രയുള്ളതല്ലേ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.